ഒരു ചെറുപ്പക്കാരൻ ഇവിടെ വന്നു. അവന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കുടിയനായ അപ്പനെ അവൻ കണ്ടിരിക്കുന്നത്. അമ്മ പണിക്ക് പോയി കൊണ്ടുവരുന്നതുകൊണ്ട് മക്കളെ പഠിപ്പിക്കുന്നു, കുടുംബം മുന്നോട്ട് പോകുന്നു. അവൻ അപ്പനോട് ഉള്ളിൽ ദേഷ്യം ഇപ്പൊ. കാരണം അപ്പം കാരണം കുടുംബം നശിച്ചു. 10ാം ക്ലാസ്സോ +2 കഴിഞ്ഞുകൊണ്ട് നമുക്ക് ഒരിടത്തും നമ്മുടെ പിള്ളേരെ എത്തിക്കാൻ പറ്റില്ല. ഇന്ന് ഒരു +2 കഴിഞ്ഞിട്ട് ഒരു ഉപരി പഠനത്തിന് പോകണമെങ്കിൽ ഒന്നെങ്കിൽ വീടിന്റെ ആധാരം പണയത്തിൽ വെക്കണം, ലോൺ എടുക്കണം, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കടം മേടിക്കണം. ഈ ചെറുപ്പക്കാരനെ പഠിപ്പിക്കാൻ ഫീസ് കൊടുക്കാൻ പോലും പൈസ ഇല്ല. ചത്ത കളഞ്ഞാലൊന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. 10-18 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ പങ്കുവെക്കുന്ന സങ്കടമാണ്. നീ ആദ്യം വിശ്വസിക്കണം, നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെ അവഗണിക്കില്ല, ആ ദൈവം നിന്നെ ഉപേക്ഷിക്കില്ല. നീ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുക. ദൈവം എവിടെയെങ്കിലും വഴികൾ എങ്ങനെയെങ്കിലും ആരെങ്കിലും വഴിയായിട്ട് തുറക്കും. നീ ധൈര്യമായിട്ടിരിക്കുക. സമാനമായ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവർ ഓൺലൈൻ ശുശ്രൂഷയിലോ പങ്കെടുക്കുന്നുണ്ടായിരിക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. തോബിത്തിന്റെ പുസ്തകം അധ്യായം 4 21 തിരുവചനം. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദ്യം വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഹല്ലേലൂയ.